ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഉച്ചയൂണിന് ആകെ ഒരു കറിയേ ഉള്ളൂ, പപ്പായ തോരൻ. ചോറിൻ്റെ കൂടെ പപ്പായ തോരനും കൂടെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ രീതിയിൽ പണ്ട് മുതൽ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് പപ്പായ തോരൻ. എന്ന് പപ്പായ തോരൻ വെക്കുന്നു അന്നെല്ലാം വീട്ടിലെ മമ്മി പറയും വേറെ കറിയൊന്നുമില്ല, ഈ പപ്പായ തോരൻ മാത്രം ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വേറെ ചാറുകറി ഒന്നും വേണ്ട, പപ്പായ തോരൻ മാത്രം നമ്മൾ ചോറിൻ്റെ കൂടെ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാടൻ രീതിയിൽ പണ്ട് തൊട്ടേ വെക്കുന്ന ഒരു കറിയായത്. വേറെ കറികൾ അതിന് സൈഡിൽ കറികളോ അല്ലെങ്കിൽ ചാറുകറിയോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പപ്പായ തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം ഈ പപ്പായ തോരൻ വെക്കാനായിട്ട് ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പച്ച പപ്പായയും ഒരു ചെറിയ മീഡിയം സൈസിലെ സവാളയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും. ഈ പപ്പായയുടെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നേരത്തെ പണ്ടൊക്കെ മമ്മി പപ്പായ തോരൻ വെക്കാൻ നേരത്തെ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി നമ്മൾ ഈ ക്യാബേജൊക്കെ അരിയില്ല അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിവായിരുന്നു, തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട്. ഇപ്പം നമുക്കിങ്ങനത്തെ പീലറും അതുപോലെ തന്നെ ക്രേറ്ററും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അകത്തൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിക്കൊണ്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ 4 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രേറ്റർ എടുത്തിട്ട് ഈ ക്രേറ്റർ കൊണ്ട് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരുന്ന സമയമൊന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ക്രേറ്റർ എടുത്തിട്ട് ഈ പപ്പായ എല്ലാം ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇത് കണ്ടോ, എന്നും നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയേക്കുന്നത്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ഈ കറിക്ക് വേണ്ടിയ ഒരു ചെറിയ മീഡിയം സൈസിലെ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിനൊരു ചെറിയ അരപ്പ് നമ്മൾ തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി 1 തണ്ട് കരിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു നുള്ള് ജീരകം അധികം ആകാൻ പാടില്ല, ഒരു നുള്ള് ജീരകം മാത്രം മതി. ഇനി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും പച്ചമുളകും കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ക്രഷായാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആ തേങ്ങയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി ചൂടായി കഴിയുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഏത് പാത്രത്തിൽ വേണേലും വെക്കാട്ടെ, ഞാനിപ്പോൾ ഒരു ചട്ടിക്കകത്താണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള ഒന്ന് വഴണ്ടി വരണം, ഒത്തിരി ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഈ പപ്പായനെ. കണ്ടോ, ഇപ്പോൾ പപ്പായ എല്ലാം ചേർത്ത് കൊടുത്തു. ആ എണ്ണയെല്ലാം എല്ലായിടത്തും പറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഉപ്പും എല്ലായിടത്തും പറ്റുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. വെള്ളം ഒന്നും ചേർക്കേണ്ട, പപ്പായക്കകത്ത് വെള്ളം തന്നെ ഇറങ്ങിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചൊരു 3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പം പപ്പായയൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി പപ്പായ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പ് ഈ കറിയുടെ മുകളിലൂടെ ഇതുപോലെ നമുക്കൊന്ന് വെതറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളം ചേർക്കരുത്. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 3 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി പൊക്കത്ത് വന്ന് കഴിയുമ്പം അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പപ്പായ കറി റെഡിയായി. ഇതുപോലെ എല്ലായിടത്തും അരപ്പൊക്കെ പറ്റുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്യരുത്, നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റണം. വെള്ളം ഇച്ചിരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ആ വെള്ളമൊക്കെ പറ്റുന്നവരെ വേവിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്താൽ അടിപൊളി നാടൻ സ്റ്റൈലിലെ പപ്പായ തോരൻ തയ്യാറായി.
വേറെ കറിയൊന്നും വേണ്ട, ചൂട് ചോറിൻ്റെ കൂടെ ചൂട് ഈ പപ്പായ തോരനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വിരയുടെ ശല്യമുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്, വയറൊക്കെ ക്ലീൻ ആകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും